You've been talking about patience, hoping for everlasting. ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു NKL EDITS. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡിലും ട്രാൻസിഷൻ അങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലുള്ള ട്രാൻസിഷൻസ് ആണ് ഇപ്പോൾ അധികവും നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായി യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളെ ബീറ്റിനനുസരിച്ചാണ് ആ ഒരു ട്രാൻസിഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ ആയതുകൊണ്ടാണ് ജസ്റ്റ് ഒരു കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ്ങിന് ആ ഒരു സംഭവം വെച്ച് ആ ഒരു ട്രാൻസിഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ അങ്ങനെ വളരെ നമുക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ ആ ഒരു ട്രാൻസിഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് CapCut പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ CapCut യൂസ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായും ഒരു VPN യൂസ് ചെയ്യുക. VPN യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിലുള്ള എഫക്ട്സും ട്രാൻസിഷൻസൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു ചാനൽ ഇതുവരെ ഈ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം. നമ്മളിവിടെ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത് വീഡിയോസിൽ നിങ്ങൾക്ക് ഏത് വീഡിയോയിലേക്കാണോ ആ ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ഇതിലേക്ക് വന്ന് ഈ ഒരു ന്യൂ പ്രൊജക്റ്റ് കൊടുത്ത ശേഷം നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ വന്ന് വിജയുടെ പുതിയ സിനിമ ലിയോരെ 3-4 ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ക്ലിപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വന്ന് ഈ ക്ലിപ്സൊക്കെ ജസ്റ്റ് അറേഞ്ച് വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബീറ്റിനനുസരിച്ച് നിങ്ങൾ ഏത് സോങ്ങാണോ എടുക്കുന്നത് ആ ഒരു സോങ്ങിനനുസരിച്ച് ബീറ്റൊക്കെ മാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് ക്ലിപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഇതിലേക്ക് ഓരോ എഫക്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുക, ആനിമേഷനിൽ വരിക. ആനിമേഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഔട്ട് ക്ലിക്ക് ചെയ്യുക. ആനിമേഷനിൽ നമ്മൾ ഔട്ട് ക്ലിക്ക് ചെയ്ത് ഫെയ്ഡ് ഔട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ VPN കണക്ട് ചെയ്യണം. അതാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞത്. ദെൻ നമ്മളിതൊരു 3 സെക്കൻഡിലേക്ക് ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ അടുത്ത ക്ലിപ്പിലേക്ക് വരാം. അവിടെ നമ്മൾ ഫെയ്ഡ് ഔട്ട് കൊടുക്കുക. ദെൻ അവിടെ നമ്മൾ കറക്റ്റ് 3 സെക്കൻഡ്സിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ എല്ലാ ക്ലിപ്പിലും ഈ ഒരു സംഭവം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്ത് വെക്കുക. അതായത് നിങ്ങൾ എത്ര ക്ലിപ്പാണോ എടുക്കുന്നത് അത്രയും ക്ലിപ്പിൽ നമ്മൾ ഈ ഒരു ഫെയ്ഡ് ഔട്ട് കൊടുക്കുക കറക്റ്റായിട്ട് 3 സെക്കൻഡിൽ. അതായത് ഞാൻ ഇപ്പം 0.6 സെക്കൻഡ്സാണ് ഫസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ പകുതി തന്നെ ഞാൻ ഇവിടെ ഫെയ്ഡ് ഔട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്ലേ ചെയ്യുമ്പോൾ നമുക്കിത് ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഓവർലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആഡ് ഓവർലേ കൊടുക്കുക. ഇതിൽ നമുക്കിവിടെ മുകളിൽ സ്റ്റോക്ക് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇതേപോലെ സ്ക്രീനിൽ കറക്റ്റായി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ കറക്റ്റായി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ താഴെ സ്പ്ലൈസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓവർലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ഒരു വൈറ്റ് ഓവർലേ നമ്മൾ ഓവർലേ ആയിട്ട് ബ്ലെൻഡ് ചെയ്യുക. ദെൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ നമ്മൾ ഇതിനും ആനിമേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫെയ്ഡ് ഔട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. ഫെയ്ഡ് ഔട്ടിലേക്ക് വരാം. ഫെയ്ഡ് ഔട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ ഫുള്ളാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായി സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ക്ലിക്ക് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഓരോ ക്ലിപ്പിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫസ്റ്റത്തെ ലെയറിന് ഇപ്പോൾ 0.6 സെക്കൻഡ്സിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഈ ഒരു താഴെയുള്ള ഭാഗം സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പറഞ്ഞാൽ നമുക്ക് അടുത്തൊരു ക്ലിപ്പിലേക്ക് അത് കറക്റ്റായി സെറ്റ് ആയിട്ടുണ്ടാവും. ദെൻ എഗെയിൻ നമ്മൾ കോപ്പി കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ക്ലിപ്പിലേക്ക് അതേപോലെ അടുത്തടുത്ത ക്ലിപ്പിലേക്കൊക്കെ നമ്മൾ ഈ ഒരു കോപ്പി ബട്ടൺ യൂസ് ചെയ്തിട്ട് ചെയ്യുക. ഇനി നമ്മൾ ഇതിലേക്ക് ആ ഒരു ആനിമേഷൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ ആനിമേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചില സമയം ബഗ്ഗായിട്ട് ആ ഒരു സംഭവം കിട്ടലില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്ത് നോക്കുക ആ ഒരു കറക്റ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മളത് പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് പറഞ്ഞാൽ ഇതാ നമുക്ക് ഇതേപോലെ ആയിരിക്കും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾ മ്യൂസിക്കൊന്നും ഇല്ലാണ്ട് കാണുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഫീലൊന്നും ഇല്ലാത്തത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ബീറ്റൊക്കെ മാർക്ക് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ഫീലും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഇത്രയും ചെയ്ത ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ബാക്ക് വരിക. നമുക്ക് ഇനി ഇവിടെ ഒരു എഫക്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ എഫക്ട്സിൽ വരിക, വീഡിയോ എഫക്ട്സിൽ വരിക. ഇതിൽ നമ്മൾ ബേസിക്കിലേക്ക് വരിക. ബേസിക്കിൽ വരുമ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് ഹാലോ ബ്ലർ എന്ന് പറയുന്നത്. അപ്പോൾ ഹാലോ ബ്ലർ ആഡ് ചെയ്യുക, നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ ഇവിടെ താഴെ അഡ്ജസ്റ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ സ്പീഡ് വന്ന് 100 ആക്കി കൊടുക്കുക. ഓക്കെ, കറക്റ്റ് 100 ആക്കുക. ദെൻ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ഞാൻ ഇപ്പം ഒരു 30 ആണ് എടുക്കുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ വൈറ്റ് ലെയർ ആഡ് ചെയ്ത പോലെ ഓരോ ക്ലിപ്പിനും സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യുക. നമ്മൾ ഒരു ക്ലിപ്പിൽ ആഡ് ചെയ്യുക. ദെൻ നമ്മൾ ഇതേപോലെ കോപ്പി കൊടുത്താൽ മതി, അടുത്തടുത്ത ക്ലിപ്പിലേക്ക് അത് വന്നോളും. ദെൻ നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിവ്യൂ കണ്ട ആ സംഭവം സെറ്റായിട്ട് നമ്മൾ ഇതേപോലെ പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. മീൻസ് കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എഫക്റ്റ് ഫൈനലി സെറ്റായിട്ട് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എഫക്ട്സിൽ വരാം, വീഡിയോ എഫക്ട്സിൽ വരാം.
വീഡിയോ എഫക്ട്സിൽ വന്നാൽ നമുക്കിവിടെ ബേസിക്കിൽ തന്നെ നമ്മൾ കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ എഡ്ജ് ഗ്ലോ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോക്ക് നമുക്കൊരു ഗ്ലോ എഫക്റ്റ് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ ഇതേപോലെ കൊടുക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ നേരത്തെ കൊടുത്തതുപോലെ കറക്റ്റായി വന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോ ക്ലിപ്പിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ വന്ന് ഇതേപോലെ സ്ക്രോൾ ചെയ്താൽ ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു തറ്റത്തായി വന്ന് നമ്മൾ ഇതേപോലെ സ്ക്രോൾ ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. ദെൻ നമ്മൾ ഇതേപോലെ കോപ്പി ചെയ്ത് എല്ലാ ലെയറിലേക്കും സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് പറഞ്ഞാൽ നമ്മളിപ്പം സ്ക്രീനിൽ കാണുന്നുണ്ട് ഒരു ഗ്ലോ എഫക്റ്റ് നമ്മളെ വീഡിയോക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ഗ്ലോയുടെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്താൽ അഡ്ജസ്റ്റിൽ വന്നാൽ നമുക്കിത് ഈ ഒരു ഗ്ലോയും കാര്യങ്ങളും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എത്രയാണോ ഗ്ലോ വേണ്ടത് എന്നുള്ളത് ഇവിടെ വന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ബേസിക് ആയിട്ടുള്ള ജസ്റ്റ് ഒരു ഗ്ലോ കൊടുത്താൽ മതി നിങ്ങളുടെ വീഡിയോസിന് വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇത് ഓപ്ഷനിലാണ്, തീർത്തും ഓപ്ഷനിലാണ്. ഞാനിപ്പോൾ കണ്ടുകൊണ്ട് ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.